ഹായ്, 10ാം ക്ലാസ്സിലെ ഐടിയിലെ 5ാമത്തെ ചാപ്റ്റർ മേക്ക് ദ വെബ് ലുക്ക് സ്റ്റൈലിഷ്. ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നത് കാസ്കേഡിംഗ് സ്റ്റൈലിനെ പറ്റിയാണ്. ഒരു വെബ് പേജിനെ എങ്ങനെ അട്രാക്റ്റീവ് ആക്കാം, സ്റ്റൈൽ കോഡുകളൊക്കെ ഉപയോഗിച്ച് എങ്ങനെ അട്രാക്റ്റീവ് ആക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ, കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറച്ച് കോൺസെപ്റ്റുകൾ റിവൈസ് ചെയ്യാണ് ഈ ഒരു വീഡിയോയിലൂടെ. ഈ രണ്ട് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യത്തെ ചോദ്യം, എ വെബ് പേജ് നെയിംലി kerala-tourism.html റിലേറ്റഡ് ടു കേരള ടൂറിസം ഈസ് ഗിവൺ ഇൻ ദ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡർ ഇൻ ഹോം. നമ്മുടെ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിനകത്ത് kerala-tourism.html എന്ന് പറയുന്ന ഒരു ചെറിയൊരു വെബ് പേജ് തന്നിട്ടുണ്ട്. മേക്ക് ദിസ് വെബ് പേജ് അട്രാക്റ്റീവ് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബിലോ. ഇവിടെ തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് അതിനെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് kerala-tourism.html എന്ന ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറക്കാൻ പറയുന്നുണ്ട്. അത് നമുക്ക് തുറക്കാം. എന്നിട്ട് ഗിവ് വൈറ്റ് കളർ ടു ദ മെയിൻ ഹെഡിങ് ഓഫ് ദ വെബ് പേജ്. കേരള ടൂറിസം എന്ന് പറയുന്ന മെയിൻ ഹെഡിങ്ങിന് വൈറ്റ് കളർ കൊടുക്കണം. ആൻഡ് ഗ്രേ കളർ ടു ഇറ്റ്സ് ബാക്ക്ഗ്രൗണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിന് ഗ്രേ കളർ കൊടുക്കണം. അടുത്തത് പറയുന്നത് ഗിവ് റെഡ് കളർ ടു ദ സബ് ഹെഡിങ്. സബ് ഹെഡിങ്ങിന് റെഡ് കളർ കൊടുക്കണം. ഗിവ് യെല്ലോ കളർ ടു ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ വെബ് പേജ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിന് യെല്ലോ കളർ കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം നമ്മുടെ kerala-tourism.html എന്ന് പറയുന്ന ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഇവിടെ താഴെ ഫയൽസ് ഉണ്ട്. ഫയൽസ് എന്നത് ക്ലിക്ക് ചെയ്യാം. ഫയൽസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ പോകുന്നത് ഹോം ഫോൾഡറിലേക്കായിരിക്കും. ഇത് നമ്മുടെ ഹോമാണ്. ഈ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലേക്ക് വരിക. ഇവിടെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡർ ഉണ്ട്, അതിലേക്ക് വരിക. അതിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ആ ഒരു HTML ഫയൽ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ kerala-tourism.html എന്ന് പറയുന്ന ആ ഒരു ഫയൽ ഉണ്ട്. ഇത് നമുക്കൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഒരു HTML ഫയൽ നമ്മളിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇത് നേരെ ഓപ്പൺ ആവുന്നത് ഒരു വെബ് ബ്രൗസറിലായിരിക്കും. ഇത് ഫയർഫോക്സ് വെബ് ബ്രൗസറാണ്. ഈ ഒരു വെബ് ബ്രൗസറിലാണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഇതിൽ ബാക്ക്ഗ്രൗണ്ടിന് കളറില്ല, ഈ ഹെഡിങ്ങിന് കളറില്ല, സബ് ഹെഡിങ്ങിനൊന്നും കളറില്ല. ഈ ഒരു വെബ് പേജിന്റെ കോഡ്, ഈ ഒരു വെബ് പേജ് തയ്യാറാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കോഡ് കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിൽ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വെബ് പേജിന് HTML ഫയലിനെ ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് ഓപ്പൺ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു HTML ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എന്ന് കാണാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എന്ന് കാണാം. അതെടുക്കുക. അവിടെ ടെക്സ്റ്റ് എഡിറ്റർ എന്നുണ്ട്, ടെക്സ്റ്റ് എഡിറ്റർ. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആ ഒരു വെബ് പേജ് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ HTML കോഡുകളും ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇത് കാസ്കേഡിംഗ് സ്റ്റൈൽ എങ്ങനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? കാസ്കേഡിംഗ് സ്റ്റൈല് ഇവിടെ സ്റ്റൈൽ ടാഗ് ഹെഡ് സെക്ഷന്റെ ഇടയിൽ, ഹെഡ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഹെഡ് ഇതാ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് സ്റ്റൈൽ എന്ന ടാഗ് ഉപയോഗിച്ചിട്ട്, സ്റ്റൈൽ എന്ന ടാഗ് ഓപ്പൺ ചെയ്ത് സ്റ്റൈൽ എന്ന ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് കാസ്കേഡിംഗ് സ്റ്റൈൽസ് കൊടുത്തിട്ടുള്ളത്. ഈ രീതിയിൽ ഹെഡ് സെക്ഷന്റെ ഇടയിൽ സ്റ്റൈൽ എന്ന ടാഗ് ഉപയോഗിച്ച് കാസ്കേഡിംഗ് സ്റ്റൈൽ ഇങ്ങനെ കൊടുക്കുന്നതിന് ഇന്റേണൽ കാസ്കേഡിംഗ് സ്റ്റൈൽ എന്നാണ് നമ്മൾ പറയുക, അല്ലെ? അപ്പൊ ഈ കാസ്കേഡിംഗ് സ്റ്റൈലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. ആദ്യം ഹെഡിങ്ങിന് വൈറ്റ് കളർ കൊടുക്കണം. ഹെഡിങ് എന്ന് പറയുന്നത് ഇതാ H1 എന്ന ടാഗ് കൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. കേരള ടൂറിസം H1 എന്ന ടാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേരള ടൂറിസം എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആ H1 എന്ന ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ H1 എന്ന ടാഗിന് കൊടുത്തിട്ടുള്ള സ്റ്റൈല് നമുക്ക് നോക്കാം. ഇവിടെ H1 എന്ന് പറഞ്ഞു കൊടുത്തു. കേളി ബ്രേസ്, ഇതിന് നമ്മൾ കേളി ബ്രേസ് എന്നാണ് പറയുക. ആ ഒരു കേളി ബ്രേസ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ കൊടുത്തിട്ടുള്ളതാണ് കാസ്കേഡിംഗ് സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഈ സ്റ്റൈൽ കോഡുകളിൽ ആദ്യം കാണുന്നത് പ്രോപ്പർട്ടി ആണ്, എന്നിട്ട് ഒരു കോളൻ ഇട്ടിട്ടുണ്ട്, ശേഷം കാണുന്നത് വാല്യൂ ആണ്. ഓരോ പ്രോപ്പർട്ടി ആൻഡ് വാല്യൂവിന് ശേഷവും സെമി കോളൻ ഇട്ടിട്ടുണ്ടാവും. നമുക്ക് H1ന്റെ കളർ ബ്ലാക്ക് ആണ്. ആ ബ്ലാക്ക് മാറ്റിയിട്ട് വൈറ്റ് എന്ന് കൊടുക്കാം, വൈറ്റ്. അപ്പോൾ അവിടെ വൈറ്റ് കളർ വന്നോളൂ. ഇനി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിന് നമുക്ക് എന്ത് കൊടുക്കാനുണ്ട്? ഒരു ഗ്രേ കളർ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന പ്രോപ്പർട്ടി ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ് ഇവിടെ ഉള്ളത്. വൈറ്റ് മാറ്റിയിട്ട് ഗ്രേ എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഈ ചേഞ്ചസ് നമ്മൾ വരുത്തി. ഇനി പറയുന്നത് ഗിവ് റെഡ് കളർ ടു ദ സബ് ഹെഡിങ്. സബ് ഹെഡിങ്ങിന് റെഡ് കളർ കൊടുക്കാനാണ്. സബ് ഹെഡിങ് എന്ന് പറയുന്നത് ഈ 3 സബ് ഹെഡിങ്ങുകളാണ്. ആ 3 സബ് ഹെഡിങ്ങുകൾ സൂചിപ്പിച്ചിട്ടുള്ളത് H2 എന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ്. അടുത്ത സബ് ഹെഡിങ്ങും H2 എന്ന ടാഗാണ്. അടുത്ത സബ് ഹെഡിങ്ങും H2 എന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ H2 എന്ന ടാഗിന് കൊടുത്തിട്ടുള്ള സ്റ്റൈൽ കോഡിൽ മാറ്റം വരുത്തിയാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റൈൽ കോഡുകൾ ഇവിടെ ഉണ്ട്. ഈ സ്റ്റൈൽ കോഡിൽ H2 എന്ന ടാഗിൻ്റെ സവിശേഷതകൾ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളർ മാറ്റുക, റെഡ് കൊടുക്കുക, കഴിഞ്ഞു. അത്രയേ ചെയ്യാനുള്ളൂ. ഇനി നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരണം.
ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് ബോഡി എന്ന ടാഗിനാണ്. അപ്പോൾ ബോഡി എന്ന് പറയുന്ന ടാഗിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വെബ് പേജിൻ്റെ ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം, നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ബോഡി എന്ന ടാഗ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ് കൊടുത്തത്. ആ വൈറ്റ് മാറ്റിയിട്ട് യെല്ലോ എന്ന് ടൈപ്പ് ചെയ്യാം. ഇത്രയും ചെയ്തു. ഹിൻഡിൽ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ഗിവ് യെല്ലോ കളർ ടു ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ വെബ് പേജ്. വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആക്കുക. യെല്ലോ ആക്കി. ഇത്രയും ചെയ്ത് സേവ് ദ ഫയൽ യൂസിങ് ദ സേവ് ആസ് ഓപ്ഷൻ ടു ദ exam10 folder in home with your register number underscore question number as the file name. Then open this file in web browser and display it. Okay, ഇത് സേവ് ആസ് ഉപയോഗിച്ച് സേവ് ചെയ്യാനാണ് പറയുന്നത്. ഡയറക്റ്റ് പോയിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യരുത്. കാരണം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു എക്സാം ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിലുള്ള ആ ഒരു ഫയലിൽ തന്നെ ഇത് സേവ് ആയി പോകും. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. ഇത് പുതിയൊരു ഫയലായിട്ട് നമ്മുടെ ഫോൾഡറിൽ സേവ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആസ് കാണാം. 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആസ് കാണാം. അത് കൊടുക്കുക. എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ഹോമിലെ exam10 എന്ന ഫോൾഡറിനകത്ത് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക. രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ഏതാണോ അത് കൊടുക്കുക. മിക്കവാറും 3 ആയിരിക്കും. മിഡ് ടേം എക്സാമിന് 3 ആയിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ HTML വരിക. അത് കൊടുക്കുക. .html എന്ന എക്സ്റ്റൻഷൻ നിർബന്ധമായിട്ടും കൊടുക്കണം, തെറ്റിക്കരുത്. .html എന്നിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത്രയും ചെയ്യാനുള്ള പണി കഴിഞ്ഞു. ലാസ്റ്റ് പറയുന്നുണ്ട് ഈ ഒരു ഫയൽ വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് വെക്കണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിത് ക്ലോസ് ചെയ്യാണ്. ഇതൊക്കെ ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് താഴെ ഫയൽസ് ഉണ്ട്. ഫയൽസിലേക്ക് വരിക. ഇവിടെ exam10 എന്ന ഫോൾഡർ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യാം. അവിടെ നമുക്ക് നമ്മുടെ HTML ഫയൽ ഇവിടെ കാണാം. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫയർഫോക്സ് വെബ് ബ്രൗസർ കൊടുക്കാം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞു. അടുത്തൊരു ചോദ്യം ഈ രീതിയിലാണ്. എ വെബ് പേജ് നെയിംലി index.html റിലേറ്റഡ് ടു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് ഗിവൺ ഇൻ ദ ഫോൾഡർ AI ഇൻ എക്സാം ഡോക്യുമെന്റ്സ് ഇൻ ഹോം. അതായത് index.html എന്ന് പറയുന്ന ഒരു ഫയൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എക്സാം ഡോക്യുമെന്റ്സിലെ AI എന്ന ഫോൾഡറിൽ തന്നിട്ടുണ്ട്. ഓപ്പൺ ഇറ്റ് ഇൻ ടെക്സ്റ്റ് എഡിറ്റർ ആൻഡ് ഇൻക്ലൂഡ് എക്സ്റ്റേണൽ സ്റ്റൈൽ ടു മേക്ക് ദ വെബ് പേജ് അട്രാക്റ്റീവ് ആസ് ഗിവൺ ഇൻ ദ മോഡൽ. ഇവിടെ തന്നിട്ടുള്ള മോഡലുള്ളത് പോലെ ഈ വെബ് പേജിനെ അട്രാക്റ്റീവ് ആക്കണം. അട്രാക്റ്റീവ് ആക്കേണ്ടത് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ഉൾപ്പെടുത്തിയിട്ടാണ്. എക്സാം ഡോക്യുമെന്റിലെ AI എന്ന ഫോൾഡറിൽ നൽകിയിട്ടുള്ള AI.css എന്ന ഫയൽ വെബ് പേജിൽ ലിങ്ക് ചെയ്താണ് പ്രവർത്തനം ചെയ്യേണ്ടത്. ദ ഫയൽ നെയിംഡ് AI.css ഇൻ ദ ഫോൾഡർ AI ഇൻ എക്സാം ഡോക്യുമെന്റ് ഷുഡ് ബി ലിങ്ക്ഡ് ടു ദ വെബ് പേജ്. കോപ്പി ദ ഫയൽ. നോട്ട് ദിസ് പോയിന്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രവർത്തനം ചെയ്യുന്നതിന് മുമ്പ് AI.css എന്ന ഫയൽ exam10 എന്ന ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യണം. ആദ്യം നമ്മുടെ ഫയൽസിലേക്ക് വരിക. ഇവിടെ താഴെ ഫയൽസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓപ്പൺ ആവുന്നത് ഹോമിലേക്കായിരിക്കും. ഹോമിൽ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡർ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യാം. അതിൽ AI എന്ന ഫോൾഡർ കാണാം. അതും ഓപ്പൺ ചെയ്യാം. അതിനകത്ത് 2 ഫയൽസ് ഉണ്ട്. index.html AI.css. നമ്മളോട് ഇവിടെ ഹിൻഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കോപ്പി ദ ഫയൽ AI.css ടു exam10 ബിഫോർ പ്രൊസീഡിങ്. ആദ്യം നമുക്കിതിനെ കോപ്പി ചെയ്ത് നമ്മുടെ ഫോൾഡറിലേക്ക് കൊണ്ടുപോയി ഇടാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കുക. ഫയലിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഹോം കാണാലോ. ഹോമിലേക്ക് വരിക. ഹോമിൽ exam10 എന്ന ഫോൾഡർ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് ഇവിടെ എവിടെയെങ്കിലും ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക. ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫയൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ തിരിച്ച് എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലേക്ക് പോവാണ്. ഹോമിലേക്ക് വരിക. ഹോമിൽ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിനകത്ത് AI എന്ന ഫോൾഡർ ഉണ്ട്. അതിലേക്ക് വരിക. അതിൽ നമ്മുടെ index.html എന്ന് പറയുന്ന ഫയൽ ഉണ്ട്. അതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണുള്ളത് എന്ന്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് ഫയർഫോക്സ് വെബ് ബ്രൗസറിൽ ഓപ്പൺ ആവുന്നുണ്ട്. ഇതൊരു വൃത്തിയില്ലാതെയാണ് കിടക്കുന്നത്. ഇതിനെ നമ്മൾ കുറച്ചും കൂടി ഭംഗിയാക്കുന്നുണ്ട്. അതിനായിട്ട് ഈ ഭംഗിയാക്കാനുള്ള മുഴുവൻ സ്റ്റൈൽ കോഡുകളും .css എന്ന എക്സ്റ്റൻഷനോട് കൂടി ഒരു കാസ്കേഡിംഗ് സ്റ്റൈലായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ആ ഫയലിന് ഇങ്ങോട്ട് ലിങ്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആ സ്റ്റൈലൊക്കെ ഇങ്ങോട്ട് വന്നോളും. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ഫയലിനെ ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുക്കുക. ആ HTML ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ടെക്സ്റ്റ് എഡിറ്റർ എന്ന് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ ഇല്ല എങ്കിൽ വ്യൂ ഓൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തപ്പി കണ്ടുപിടിക്കാൻ പറ്റും. ഞാനിവിടെ ടെക്സ്റ്റ് എഡിറ്റർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു.
അപ്പോൾ ആ ഒരു വെബ് പേജ് തയ്യാറാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ HTML കോഡുകളും ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് ലിങ്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഹെഡ് സെക്ഷൻ നോക്കുക. ഇവിടെ ഹെഡ് ഉണ്ട്, ഇവിടെ ഹെഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഹെഡ് സെക്ഷൻ്റെ ഇടയിലായിട്ടാണ് നമ്മളൊരു കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിനെ ലിങ്ക് ചെയ്യുമ്പം ലിങ്ക് ടാഗ് കൊടുക്കുന്നത്. അപ്പോൾ ഹെഡ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ലിങ്ക് എന്ന് പറയുന്ന ഒരു ടാഗ് കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ്, ഇത് കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. ഒരു സ്പേസ് ഇട്ടിട്ട് REL എന്ന് കൊടുക്കുക. REL എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടാണ്. REL ഈക്വൽ ടു ഡബിൾ ക്വാഡ്സിനകത്തായിട്ട് ഡബിൾ ക്വാഡ്സിൻ്റെ ഇടയിലായിട്ട് സ്റ്റൈൽ ഷീറ്റ് എന്ന് കൊടുക്കുക. അതായത് നമ്മൾ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്റ്റൈൽ ഷീറ്റാണ്. അപ്പോൾ ആ ഒരു റിലേഷൻ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് ടൈപ്പ് കൊടുക്കുക. ടൈപ്പ് ഈക്വൽ ടു ഡബിൾ ക്വാഡ്സിനകത്ത് text/CSS ടെക്സ്റ്റ് ബാർ CSS അത്ര കൊടുക്കുക. അടുത്തത് HREF മീൻസ് ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ്. അതായത് അതിൻ്റെ ലൊക്കേഷൻ, നമ്മളെ ആ ഒരു സ്റ്റൈൽ ഷീറ്റിൻ്റെ ലൊക്കേഷനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നമ്മൾ നമ്മുടെ ഫോൾഡറിൽ ഓൾറെഡി സേവ് ചെയ്തത് കൊണ്ട് നമ്മുടെ ആ സ്റ്റൈൽ ഷീറ്റിൻ്റെ പേര് കൊടുത്താൽ മതി, AA.CSS. ഇവിടെയാണ് വ്യത്യാസം വരിക. നിങ്ങൾക്ക് എന്താണോ, ചിലപ്പോൾ style.css എന്നായിരിക്കാം, അങ്ങനെ പലതും ആകാം. എന്താണോ കാസ്കേഡിംഗ് style.css എന്ന ഫയലിൻ്റെ പേര് അത് അതേപോലെ വേണം HREF എന്ന ആട്രിബ്യൂട്ടിന് നേരെ വാല്യൂ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ ലിങ്ക് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിനെ നമ്മുടെ HTML പേജുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ സേവ് ചെയ്യാം. ഡയറക്റ്റ് പോയിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യരുത്. നമുക്ക് നമ്മുടെ ഫോൾഡറിലാണ് ഇത് സേവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ 3 ലൈൻ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആസ് കൊടുക്കുക. ചോദ്യത്തിൽ അത് പറയുന്നുണ്ട്, സേവ് ദ ഫയൽ യൂസിങ് സേവ് ആസ് ഓപ്ഷൻ. ഓക്കെ, സേവ് ആസ് കൊടുക്കുക. എവിടെ സേവ് ചെയ്യണം? ഹോമിലെ exam10 എന്ന ഫോൾഡറിനകത്ത് ഇവിടെയാണ് സേവ് ചെയ്യേണ്ടത്. ഇവിടെ ഇൻഡെക്സ് എന്നല്ല പേര് കൊടുക്കേണ്ടത്. നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക, അണ്ടർസ്കോർ ഇട്ട് കൊടുക്കുക. എത്രയാണോ ചോദ്യം നമ്പർ ആ ചോദ്യ നമ്പർ കൊടുക്കുക. .html എന്ന എക്സ്റ്റൻഷൻ മാറ്റരുത്, അത് അങ്ങനെ തന്നെ വെച്ചോ. എന്നിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കഴിഞ്ഞു, പണി കഴിഞ്ഞു. ഇനി നമ്മുടെ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഇവിടെ താഴെ ഫയൽസ് ഉണ്ട്, ഫയൽസിലേക്ക് വരിക. ഫയൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോൾഡർ നോക്കുക. നമ്മുടെ exam10 എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യാം. അവിടെ നമ്മൾ ലാസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ള 1 2 3 4 5 രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഈക്വൽ നമ്പർ, ഇതാണ് നമ്മുടെ ഫയൽ. CSS ഫയലും അതേ ഫോൾഡറിലുണ്ട്. ശ്രദ്ധിക്കണം, ആ 2 ഫയൽ CSS ഫയലും HTML ഫയലും അത് ഒരേ ഫോൾഡറിലായിരിക്കണം. ഇനി നമുക്കിത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. HTML ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ആ സ്റ്റൈലുകൾ ഇങ്ങോട്ട് വന്നു. നമ്മൾ വേറെ എക്സ്ട്രാ സ്റ്റൈൽ കോഡുകളും കാര്യങ്ങളും ഒന്നും ടൈപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിന് വേണ്ടി സ്റ്റൈലും കാര്യങ്ങളൊക്കെ തന്നെ തയ്യാറാക്കിയിട്ട് ഈ ഒരു ഫയലിൽ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഈ ഫയലിന് ഇങ്ങോട്ടേക്ക് ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ലിങ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് ലിങ്ക് എന്ന് പറയുന്ന ടാഗാണ്. ആ ലിങ്ക് എന്ന് പറയുന്ന ടാഗും അതിൻ്റെ ആട്രിബ്യൂട്ടും കൃത്യമായിട്ട് പഠിച്ചാൽ, ആ ഒരൊറ്റ ലൈന് പഠിച്ചാൽ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അവസാനം പറയുന്നത് ദെൻ ഓപ്പൺ ദിസ് ഫയൽ ഇൻ വെബ് ബ്രൗസർ ആൻഡ് ഡിസ്പ്ലേ. അത് ഓപ്പൺ ചെയ്ത് വെക്കാനാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി അതിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും നമുക്ക് ഈ ഒരു പ്രവർത്തനം ചെയ്യാനുള്ളൂ.